തെയ്യം അതിവിശിഷ്ടമായ അനുഷ്ഠാന കല. ഉത്തര കേരളത്തിലും കർണാടകത്തിലും പ്രചാരത്തിലുള്ള അതിവിശിഷ്ടമായ ഈശ്വരാരാധനയാണ് തെയ്യാട്ടം അഥവാ തെയ്യം. തെയ്യം കെട്ടിയാടുന്ന സ്ഥലങ്ങൾ പഴയ കോലത്തുനാട്ടിൽ ഉൾപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ കോലത്തുനാടിൻ്റെ അനുഷ്ഠാന കലാരൂപമായാണ് തെയ്യം അറിയപ്പെടുന്നത്. കിഴക്കൻ മലനിരകൾക്കും സമുദ്രത്തിനും മധ്യേ കോരപ്പുഴ മുതൽ ചന്ദ്രഗിരിപ്പുഴ വരെ വ്യാപിച്ചു കിടക്കുന്ന പഴയ നാട്ടുരാജ്യമാണ് കോലത്തുനാട് സ്വരൂപം. ഉത്തര കേരളത്തിലെ ജനങ്ങളുടെ ജീവിതത്തിൽ ക്ഷേത്രങ്ങളും കാവുകളും അവിടുത്തെ തെയ്യങ്ങളും മറ്റ് ആചാര അനുഷ്ഠാനങ്ങളും ചെലുത്തുന്ന സ്വാധീനം വളരെ വലുതാണ്. ചരിത്രങ്ങളുടെയും പുരാവർത്തനങ്ങളുടെയും ആഴത്തിൽ വേരോടിയ സംസ്കാരമാണ് തെയ്യത്തിൻ്റേത്. തെയ്യങ്ങളിൽ നിന്ന് ഒരു പരിധിവരെ കോലത്തുനാടിൻ്റെ തനത് സംസ്കാരം വായിച്ചെടുക്കാൻ സാധിക്കും. എല്ലാ തെയ്യത്തിനും പിന്നിലും ദേശവും കാലവും അനുസരിച്ച് വ്യത്യസ്ത കഥകൾ നിലനിൽക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിൽ പല കഥകൾ പറഞ്ഞു കേൾക്കാറുമുണ്ട്. ഏകദേശം 500-ലധികം തെയ്യങ്ങൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഇതിൽ മുഴുവൻ തെയ്യങ്ങളും കെട്ടിയാടാറില്ല. 120ഓളം തെയ്യങ്ങൾ മാത്രമാണ് കെട്ടിയാടുന്നത്. തുലാം 10-ാം തീയതി കണ്ണൂർ ജില്ലയിലെ കൊളച്ചേരി ചാത്തമ്പള്ളി വിശ്വകർമ്മ ക്ഷേത്രം, നീലേശ്വരം അഞ്ഞൂറ്റമ്പലം, വീരക്കാവ് എന്നിവിടങ്ങളിലെ കളിയാട്ടത്തോടു കൂടിയാണ് വടക്കേ മലബാറിലെ തെയ്യക്കാലം തുടങ്ങുന്നത്. പിന്നീടങ്ങോട്ട് ചെണ്ടമേളങ്ങളുടെയും തോറ്റംപാട്ടുകളുടെയും അകമ്പടിയോടെ തെയ്യങ്ങൾ ഉറഞ്ഞു തുള്ളുന്ന തെയ്യാട്ടക്കാലമാണ്. ഇടവപ്പാതിയിൽ വളവട്ടണം കളരിവാതിക്കൽ ഭഗവതിയുടെ തെയ്യം, നീലേശ്വരം മന്നംപുറത്തുകാവ് കലശം എന്നിവയോടുകൂടിയാണ് കളിയാട്ടക്കാലം അവസാനിക്കുന്നത്. പിന്നെ അടുത്ത കളിയാട്ടക്കാലത്തിനായുള്ള നീണ്ട കാത്തിരിപ്പാണ്. മനുഷ്യൻ തെയ്യം കെട്ടി ഉറഞ്ഞു തുള്ളുകയും അതിലൂടെ ദേവീദേവന്മാരെ പ്രീതിപ്പെടുത്തുകയും തിരിച്ച് ദേവത നാടിന് ഐശ്വര്യവും സമാധാനവും നൽകും എന്നാണ് തെയ്യത്തിൻ്റെ വിശ്വാസം.